ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂക്കാലം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിത്രയും സ്നേഹയും ഒരു കോഫി ഷോപ്പിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അഞ്ജലി ആണെങ്കിലോ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇവരെങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിത്രയും അതുപോലെ സ്നേഹയും കൂടി സംസാരിക്കുന്ന സമയത്ത് അഞ്ജലി അതെല്ലാം തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ, വീഡിയോ രൂപത്തിൽ. അതിനുശേഷം തന്നെ ചിത്രയാണെങ്കിലോ സ്നേഹയ്ക്ക് ഒരു ചെക്ക് കൊടുക്കുന്നതൊക്കെ അഞ്ജലി കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ അഞ്ജലിയും അതുപോലെ തന്നെ സ്നേഹയും ചിത്രയും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങിപ്പോയതിന് ശേഷം തന്നെ അഞ്ജലി വേഗം തന്നെ മനുവിനോട് കാര്യങ്ങൾ സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. മനുവിനോട് പറയുന്നുണ്ട്, മനു ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അഞ്ജലി സ്നേഹ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ മനുവിൻ്റെ അമ്മയും കൂടെ ഇവിടെ ഉണ്ട്. അമ്മയാണ് അവൾക്ക് ഏതോ ചെക്ക് കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കാണുന്നത്. നീ എന്താ ഈ പറയുന്ന അഞ്ജലി? അതൊരിക്കലും തന്നെ സംഭവിക്കാത്ത കാര്യമാണ്. വെറുതെ അഞ്ജലി ഓരോന്ന് പറയണ്ട എന്ന് പറയുന്നു. ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മനു, ഇതൊന്ന് നോക്ക് എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ടോ. സത്യമാണല്ലോ, ഇങ്ങനെ എന്താ സംഭവിച്ചത്? സ്നേഹയുമായിട്ട് അമ്മയ്ക്ക് എന്ത് ബന്ധമാണുള്ളത്? അവരെന്തോ ഒരു തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് കാരണമെന്നും പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തണമെന്നും അഞ്ജലിയോട് മനു പറയുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോഴത്തേനും വീണതല്ലേ അഞ്ജലി, അതുകൊണ്ട് തന്നെ കാലിന് നല്ല വേദനയുണ്ട്. എന്നിട്ട് അഞ്ജലിയെ കൂട്ടിക്കൊണ്ട് മനു വരുന്നു. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പറ്റിയത്? കാലിന് എന്തൊരു ഞൊണ്ടൽ പോലെ. ജാനിയോടൊന്നും പറയണ്ടെന്ന് അഞ്ജലി മനുവിനോട് പറയാട്ടോ. അപ്പോഴത്തേനും അനു പറയുന്നുണ്ട്, അതെന്താ പറയാതിരിക്കാൻ കാരണം ബൈക്കിൽ പോകാൻ ജാനി തന്നെയല്ലേ പറഞ്ഞത്, എന്തായാലും നമുക്കത് പറയുക തന്നെ വേണമെന്ന് പറയുന്നു. അങ്ങനെ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അയ്യോ എന്ത് പറ്റി മോളെ, സാരമില്ല മോള് ഇവിടെ ഇരിക്കുക എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അഞ്ജലി അവിടെ ഇരുത്തുന്നു. എന്നാൽ ഞാനിപ്പോൾ വരാൻ പറഞ്ഞിട്ട് മനു പോവുകയാണ്. അങ്ങനെ ചിറ്റപ്പനോട് കാര്യങ്ങളെല്ലാം തന്നെ തിരക്കാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അഞ്ജലി അമ്മയെയും അതുപോലെ തന്നെ സ്നേഹയും അവിടെ നിന്ന് കണ്ടു. അവരെന്തായിരിക്കും ബന്ധമെന്ന് അങ്ങനെ ചിറ്റപ്പനോട് കാര്യങ്ങളെല്ലാം തന്നെ മനു വ്യക്തമായിട്ട് തന്നെ പറയുന്നതുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ അതുപോലെ തന്നെ സ്നേഹയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പെട്ടെന്ന് ജാനി വിളിക്കുന്നുണ്ട്. മനുട്ട നീ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഞാനിവിടെ ഉണ്ട് ജാനി എന്ന് പറയുകയാണ്. നീ എന്താ മോളെ ഈ ഒരു ഭാമ തേപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നു. അയ്യോ ഇപ്പോൾ വേണ്ട, മോളുടെ കാല് പിടിച്ച് നോക്കടാ നീരുണ്ടോ എന്നുള്ളത് എന്ന്. അത് ഞാൻ ഇപ്പം നോക്കുന്നില്ല, ജാനി നോക്കിയോ? ഞാൻ നോക്കിയിട്ട് കാലില്ല, നീ ഒന്ന് നോക്കെന്ന് പറയുന്നു. അങ്ങനെ മനു അഞ്ജലിയുടെ കാല് പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. മോൾക്ക് ഒട്ടും വയ്യ, നീ ഒരു കാര്യം ചെയ്യ്, ഭാമ അവളുടെ കാല് പുരട്ടി കൊടുക്കുക എന്ന് പറയുകയാണ്. ഞാനതിപ്പോൾ പുരട്ടുന്നില്ല, ഞങ്ങൾ റൂമിൽ പോയിട്ട് പുരട്ടിക്കോളാം ജാനി എന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, എന്തായാലും മോളെന്നാ ചെല്ലെന്ന് പറയുന്നു. പക്ഷെ അഞ്ജലിക്ക് നടക്കാൻ ഒട്ടും വയ്യ, മോൾക്ക് നടക്കാൻ വയ്യ, നീ അവളെ എടുത്തുകൊണ്ട് പോവാം മനു എന്ന് പറയുന്നു. അങ്ങനെ മനു അഞ്ജലിയെ എടുത്തുകൊണ്ട് സ്റ്റെയർ കയറിയിട്ട് മുകളിലേക്ക് റൂമിലേക്ക് പോകട്ടത് കണ്ട് ചിരിക്കാട്ടോ ജാനി ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മനു അതുപോലെ തന്നെ അഞ്ജലിൻ്റെ കാലിൽ ബാമ പുരട്ടി കൊടുക്കുന്നുണ്ട്.